സ്വർണ്ണക്കൊലക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗൂഢാലോചന പരാതിയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ പ്രാഥമിക അന്വേഷണം. തുമ്പ പോലീസിന് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി DGP. ഗൂഢാലോചന തെളിഞ്ഞാൽ കേസെടുക്കാനും നിർദ്ദേശം. VS അനു വിവരങ്ങളുമായി ചേർന്നുണ്ട്. അനു, എന്തൊക്കെയാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ മന്ത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ നടത്തിയത്. ഇതൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഗൂഢാലോചനയല്ല, പകരം ഈ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ നിന്നും മോചനായ ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയായ ഒരു ഭൂമി തട്ടിപ്പ് കേസിൽ വീണ്ടും ഒത്തുതീർപ്പിലെത്തിയ പരാതി വീണ്ടും പരാതിക്കാരിയും പ്രത്യേക സംഘത്തിന് പരാതിയായി നൽകിയിരുന്നു. അതായത് കുറച്ച് പൈസ വാങ്ങിയതിന്റെ പേരിൽ ഈടായി നൽകിയ ഭൂമി ഉണ്ണികൃഷ്ണൻ പോറ്റി അമ്മയുടെ പേരിൽ മറിച്ചു വിറ്റു എന്നുള്ളതാണ് കഴക്കൂട്ടം സ്വദേശി നൽകിയ പരാതി. ഇങ്ങനെ ഒരു പരാതി നൽകിയതിന് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതി. ഇന്നലെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. ഈ പരാതിയിലാണ് തുമ്പ പോലീസിന് പ്രാഥമിക അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നോ, ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളതാണ് ഈ തുമ്പ പോലീസ് പരിശോധിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ കേസെടുക്കും. നിലവിൽ തുമ്പ പോലീസിനാണ് കേസന്വേഷണം. നേരത്തെ പറഞ്ഞതുപോലെ സ്വർണ്ണക്കൊള്ള കേസിലെ ഗൂഢാലോചനയല്ല, പകരം തന്നെ കൊടുക്കാൻ വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്നും ഈ ഭൂമി തട്ടിപ്പ് കേസിലെ വീണ്ടും പരാതി വരാൻ ഇടയായത് കടകംപള്ളിയുടെ ഗൂഢാലോചനയാണെന്നും എന്നുമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഓക്കെ അനു, ശരി. VS അനു ആണ് വിവരങ്ങൾ നൽകിയത്.